ഒരുപാട് പേർ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓർമ്മക്കുറവ് എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ശരിക്കും ഓർമ്മക്കുറവുണ്ടോ? പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുകയും അതേപോലെ പുതിയ കാര്യങ്ങൾ ഇപ്പൊ പെട്ടെന്നുണ്ടായ കാര്യങ്ങളാണ് നിങ്ങൾ മറന്നു പോകുന്നതെങ്കിൽ അത് ഓർമ്മക്കുറവാവില്ല, ശ്രദ്ധ കുറവായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ ഓഫീസിലോട്ട് ഇറങ്ങുന്ന സമയത്ത് താക്കോൽ എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അടുത്ത് വന്നിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ എന്താണ് അതിൽ നിന്ന് എടുക്കേണ്ടതെന്ന് വിട്ടുപോയി. ഇതൊക്കെയാണ് നിങ്ങൾ വിട്ടുപോകുന്നതെങ്കിൽ ശ്രദ്ധ കുറവായിരിക്കാം. ഇതിന് കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം. വൈറ്റമിൻ B12, വൈറ്റമിൻ B1, D, അതേപോലെ omega-3 ഫാറ്റി ആസിഡ്, ഇതെല്ലാം നമ്മുടെ നാഡികളെ, നമ്മുടെ തലച്ചോറിന്റെ നാഡികളെ സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഊർജം കൊടുക്കുന്നതിനും പുതിയ കോശങ്ങളെ നിർമ്മിക്കുന്നതിനും ആവശ്യമായവയാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ D നമുക്ക് മാനസികാരോഗ്യവും സന്തോഷവും നൽകുന്നുണ്ട്. ഇതെല്ലാം കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? പ്രത്യേകമായും നമ്മൾ സമീകൃത ആഹാരത്തിൽ നിന്നും ജങ്ക് ഫുഡിലോട്ട് മാറിയിരിക്കുന്നു. വൈറ്റമിന്റെ സോഴ്സുകൾ തന്നെ കുറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കുടലിന്റെ ആരോഗ്യം മോശമായതുകൊണ്ട് തന്നെ വൈറ്റമിന്റെ ആഗിരണം കുറഞ്ഞിരിക്കുന്നു. ഇനി സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി എന്താണ് എല്ലാവരും ചെയ്യുന്നത്? പ്രധാനമായും പുകവലി, മദ്യപാനം ഒക്കെയാണ് ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് വൈറ്റമിൻ ആഗിരണം ചെയ്യുന്നത് കുറയുന്നു. മാത്രമല്ല, ഈ ഒരു തിരക്കുള്ള ലോകത്ത് നമുക്ക് ശരിക്കും വെള്ളം കുടിക്കാനോ ശരിക്കും ഉറങ്ങാനോ ഒന്നും കഴിയുന്നില്ല. ഇതും ഇതിനെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ലക്ഷണങ്ങൾ? ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, തീരുമാനം എടുക്കാൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു, എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നു, വിഷമം വരുന്നു, മാനസികാരോഗ്യം തന്നെ നല്ലോണം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിനു പുറമെ കയ്യിലും കാലിലും ഒക്കെ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. എന്താണ് നമുക്ക് ഇതിന് ചെയ്യാൻ കഴിയുക? പ്രധാനമായും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വൈറ്റമിൻ B12 അടങ്ങിയ മത്സ്യം, മാംസം, മുട്ട ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വൈറ്റമിൻ B1 വേണ്ടിയിട്ട് പയർവർഗ്ഗങ്ങൾ, മുഴുവൻ ധാന്യങ്ങൾ, സീഡ്സ്, നട്ട്സ് ഒക്കെ കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ Dക്ക് വേണ്ടിയിട്ട് സൂര്യപ്രകാശം കൊള്ളുക. പിന്നെ പാലുൽപ്പന്നങ്ങൾ, കൂണൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഫിഷ് ലിവർ ഓയിൽ, അതായത് omega-3 ഫാറ്റി ആസിഡിന് വേണ്ടിയിട്ട് ഫിഷ് ലിവർ ഓയിലും അതേപോലെ തന്നെ അത് അടങ്ങിയിരിക്കുന്ന മീനുകൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പുകവലി, മദ്യപാനമല്ല പരിഹാരം. അതിന് പകരം നമുക്ക് ബ്രീത്തിങ് എക്സസൈസസ്, യോഗ, മെഡിറ്റേഷൻ, അതേപോലെ എക്സർസൈസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇത് നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ കൂട്ടുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. നിർജ്ജലീകരണം തടയുക. ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മെമ്മറി ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു ടിപ്പിനായി കാത്തിരിക്കുക. താങ്ക്